നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നാമാവശേഷമാക്കും. അതിനാ ഈ കൂട്ടുകെട്ട്. കൂടുതൽ ചതിക്കുമ്പോ മനസ്സിലായിക്കോളും. ആര് ചതിക്കുന്ന ഏട്ടൻ പറയുന്നേ? നിന്റെ മകൻ. അല്ലാതാരാ? എന്താ അവൻ ചതിക്കില്ലേ? ചതിച്ചിട്ടില്ലേ? എന്റെ നെഞ്ചിൽ അവൻ അന്നുണ്ടാക്കിയ മുറിവിൽ നിന്നും ഇപ്പോഴും ചോര പൊടിയുന്നുണ്ട്. എന്താ കാണണോ നിനക്ക്? കാണണോന്ന്? അല്ല, ഡാഡി എന്തിനാ ഇങ്ങനെ കിടന്ന് ക്ഷോഭിക്കുന്നേ? വിശാല് ചതിച്ചിട്ടില്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എനിക്കുണ്ടായ ദുരനുഭവം എല്ലാവർക്കും ഉണ്ടാവണമെന്നുണ്ടോ? അദ്ദേഹത്തിന് നല്ല ശ്രദ്ധയാ, പിന്നെ ബുദ്ധിയുണ്ട്. നിൽക്കേണ്ട പോലെ നിൽക്കാൻ അദ്ദേഹത്തിന് അറിയാം. അതിനൊക്കെ മേലെയാ. നിങ്ങൾക്ക് മനസ്സിൽ കാണുമ്പോ അവൻ മാനത്ത് കാണും. മതി ഏട്ടാ കുറ്റപ്പെടുത്തിയത്. ഞാൻ അവന്റെ അമ്മയല്ലേ. സ്വന്തം മോനെ കുറിച്ച് ഒരാള് നിർത്താതെ കുറ്റം പറയുന്നത് എത്രയെന്ന് വെച്ച് കേട്ടു നിൽക്കും. അതിനുള്ള അവസരം ആരാ ഉണ്ടാക്കിയത്? ഞാനാണ്. തിളച്ച വെള്ളത്തിൽ വീണ പൂച്ചയായ ഞാൻ. പച്ചവെള്ളം കണ്ടാൽ ചിലപ്പോ ഞാൻ പേടിക്കും. എന്താ അങ്ങനെ ആയിക്കൂടെ? അവൻ നന്നായിട്ടാ. ഞാനത് വിശ്വസിക്കില്ല. അവൻ ഒരിക്കലും നന്നാവാൻ പറ്റില്ല. അത്ര കുഴപ്പക്കാരനാണ്. ഇത് മുൻവിധിയാ. ആയിരിക്കാം. എന്റെ അനുഭവങ്ങളാണ് കാഞ്ചനെ എന്നെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിക്കുന്നത്. ഇവളെ കുറ്റം പറഞ്ഞാൽ മതിയല്ലോ. നിനക്ക് തടയാമായിരുന്നു, പക്ഷെ അത് ചെയ്തില്ല. ഒന്നും രണ്ടും മൂന്നും അനുഭവങ്ങൾ കൊണ്ട് പഠിക്കാത്തവര് ഇനി ഇതിനേക്കാൾ വലുത് വരുമ്പോഴായിരിക്കും. ഞാൻ അദ്ദേഹത്തിന്റെ കാര്യങ്ങളിൽ അങ്ങനെ ഇടപെടാറൊന്നുമില്ല. അദ്ദേഹം ഒരു സ്വതന്ത്ര വ്യക്തിയല്ലേ. അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് ചെയ്യാലോ. ഇങ്ങോട്ട് തരുന്ന മാന്യത ഞാൻ അങ്ങോട്ടും തിരിച്ചു കാണിക്കുന്നുണ്ട്. വിശാൽ ആരാണെന്ന് നിനക്കറിയാലോ അല്ലേ? അറിയാം. അതെനിക്കും അറിയാം, അദ്ദേഹത്തിനും അറിയാം. അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയാറില്ല. പറയേണ്ട ആവശ്യമില്ല. മോചാബദ്ധം പറ്റി, അത് എപ്പോഴും പറ്റില്ല. ആ ഉറപ്പ് എനിക്ക് തരാൻ പറ്റും. അത്രേ പറ്റൂ. എന്താ സ്വാമി? ഒരു വിവരം തരാൻ വേണ്ടി വിളിച്ചതാ. എന്താ അത്? നിരഞ്ജൻ ഡോക്ടർ ഇവിടുന്ന് എങ്ങോട്ടോ പോയിട്ടുണ്ട്. ചോദിച്ചിട്ട് കൂടുതലൊന്നും പറഞ്ഞില്ല. എന്തോ പ്രധാനപ്പെട്ട കാര്യം നേടാനുള്ള യാത്രയില. കൂടാവനുണ്ട്. ആര്? വിശാലോ? അതെ. അപ്പൊ സൂക്ഷിക്കണമല്ലോ സ്വാമി. അതെ, അതുകൊണ്ടാ കയ്യോടെ ഞാൻ വിളിച്ചു പറഞ്ഞത്. ഈയിടെയായിട്ട് ഏറെക്കുറെ ഒരുമിച്ചിട്ട രണ്ടാളും. ജയശങ്കർ സാറിന് അതൊട്ടും ഇഷ്ടമല്ല. വിലക്കാൻ നോക്കിയിട്ട് അതിന് പറ്റണില്ല. അവരെന്തൊക്കെയോ തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട്. അതെന്താണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ കണ്ടുപിടിച്ചോളാം. എന്തായാലും ഈ വിവരം വിളിച്ച് പറഞ്ഞതിന് നന്ദി. ഇതുപോലെ എന്തെങ്കിലും കിട്ടിയാ അറിയിക്കാൻ മറക്കണ്ട. ശരി മാഡം. എന്നെ വെച്ചോ. അമ്മ അവിടെ മാറിയിരിപ്പുണ്ട്. പ്രതിഷേധമാണെന്ന് തോന്നുന്നു. മിക്കവാറും അച്ഛന്റെ വായിരിക്കുന്നത് കേട്ട് കഴിയുമ്പോ അടങ്ങിക്കോളും. അതെ, ഞാനും സഹായിക്കാം. നീ എന്താ പാർവതി ഇവിടെ വന്നിരിക്കുന്നേ? ഇവിടെ ഒന്നും ഉണ്ടാക്കുന്നില്ലേ? ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ,
എനിക്ക് ആ ജോലി കിട്ടിയില്ലെങ്കിൽ ഞാൻ അടുക്കളയിൽ കയറുന്ന പ്രശ്നമേ ഇല്ല. വാശിയാണ്. അതെ, വാശിയാണ്. അമ്മേ വാശി പിടിച്ചിരിക്കത്തേ ഉള്ളൂ. അമ്മ അടുക്കളയിൽ കയറിയില്ലെന്ന് വെച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഏട്ടത്തെ എല്ലാം വെച്ചുണ്ടാക്കി കഴിഞ്ഞു. അവളത് ചെയ്യുമല്ലോ. അവസരം മുതലെടുക്കല്ലേ? അവസരം മുതലെടുക്കുന്നൊന്നുമല്ല, കണ്ടറിഞ്ഞ് ചെയ്യുന്നതാ. നീ പാചകം ചെയ്തില്ലെങ്കിലേ ഈ വീട്ടിലുള്ളവരെല്ലാം പട്ടിണി കിടക്കണമെന്നാണ് പറയുന്നത്. നടക്കത്തില്ല പാർവതി. അപ്പോഴും ജോലി എനിക്ക് തരാൻ തയ്യാറല്ല അല്ലേ? ഞാൻ എന്നാ CMO ജോലി തരാൻ തയ്യാറല്ല. കാരണം അതിന് നിനക്ക് അർഹതയില്ല, വിദ്യാഭ്യാസം തീരെ ഇല്ല. 10ാം ക്ലാസ്സും കുസ്തിയും പോരെ പാർവതി, ഇപ്പോ സർക്കാർ ഓഫീസിൽ ജോലി ചെയ്യാൻ. അതൊക്കെ എന്തിനാ നിങ്ങൾ അറിയുന്നേ? നിങ്ങളൊന്ന് മാറി തന്നാ മാത്രം മതി. ബാക്കി വേണ്ടത് എന്താന്ന് എനിക്കറിയാം. എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടാവും ആ ശരത്ത് അല്ലേ? എന്റെ പാർവതി, അവൻ നിന്നെ കുഴി കൊണ്ട് ചാടിക്കും. അപ്പോഴേ നീ പഠിക്കത്തുള്ളൂ. ഞാൻ നന്നാവുന്നത് കാണാൻ താല്പര്യമില്ലെങ്കിൽ അത് പറഞ്ഞാ മതി. വെറുതെ ശരത്തിനെ കുറ്റം പറയണ്ട. ഇത് ഇവിടം കൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല. ജോലി എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് പച്ച വെള്ളം ഞാൻ കുടിക്കില്ല. കടുത്ത തീരുമാനം എടുക്കണോ? അവസാനം നീ നാണം കെടേണ്ടി വരും. നോക്കാം ആരാ നാണം കിടാൻ പോകുന്നെന്ന്. നിങ്ങൾക്ക് വാശിയാണെങ്കിലേ എനിക്കും വാശി തന്നെയാ. ഞാനും ഇവളുടെ കൂടെയാ. ഇവളൊന്നും കഴിച്ചില്ലെങ്കിൽ ഞാനും കഴിക്കില്ല. വേണ്ട. മുത്തശ്ശി വേണ്ട. മുത്തശ്ശിക്ക് ഷുഗറൊക്കെ ഉള്ളതാ. ഭക്ഷണം കഴിക്കാതിരുന്നാ അത് പ്രശ്നമാവും. ഞാൻ അതങ്ങ് സഹിച്ചു. ഓ, കൂടി വന്നാ ഞാനങ്ങ് മരിക്കും. ആ, എനിക്കും അത് തന്നെ ആഗ്രഹം. നിങ്ങളുടെയൊക്കെ കൂടെ ജീവിച്ച് ഞാൻ മടുത്തു. വാ പാർവതി, നമുക്ക് പോവാം. അവരെന്താന്ന് വെച്ചാ ചെയ്യട്ടെ. പട്ടിണി കിടക്കാൻ സമ്മതിക്കണ്ടായിരുന്നു അച്ഛാ. എന്ത് പട്ടിണി? വിശക്കുമ്പോഴേ തന്നെ വന്ന് കഴിച്ചോളൂ. അത് ശരിയാ. അമ്മയ്ക്കൊന്നും വിശപ്പ് തങ്ങനൊന്നും പറ്റത്തില്ലെന്നേ. അടുക്കള കേറില്ല എന്ന് പറഞ്ഞതൊക്കെ, പക്ഷേ ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞത് ശരിയാണോന്നൊരു സംശയം. ഭക്ഷണം കഴിക്കാതെ അമ്മ എങ്ങനെ പിടിച്ചിരിക്കും? ശരീരം ക്ഷീണിച്ചു പോവില്ലേ? അതിനല്ലേ മോനെ നീ. ഞാനോ? അതെ, നീ ഞങ്ങൾക്ക് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം മേടിച്ചു തരില്ലേ? തരാം. പക്ഷേ ഏത് നേരം ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചാ വയറ് പ്രശ്നമാവത്തില്ലേ? എന്നാലും സാരമില്ല. അവരുടെ മുന്നിൽ താഴാൻ എനിക്ക് താല്പര്യമില്ല. അല്ല പാർവതി, നിനക്ക് യോഗ്യതയില്ലെന്ന് കളിയാക്കുന്നുണ്ടായിരുന്നല്ലോ മനോഹരൻ. അല്ല, ഒന്നാലോചിച്ചാ ശരിയല്ലേ അവൻ പറഞ്ഞത്? നിനക്ക് കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കാൻ അറിയാം?